ഇസ്രായേലിനോട് കളിക്കരുതെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇറാൻ ഇത് ചെവിക്കൊണ്ടില്ല. ഇതോടെയാണ് ഇറാനിൽ അമേരിക്കയുടെ പുതിയ നീക്കം. രാജ്യത്തെ ഭരണാധികാരികൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പുതിയ നീക്കം. പരിഷ്കരണവാദിയായ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷരീഫ് രാജിവെച്ചു. 2 ആഴ്ച മുമ്പ് മാത്രം വൈസ് പ്രസിഡന്റായ ഷെരീഫിൻ്റെ രാജി പുതിയ സർക്കാരിൻ്റെ ഭിന്നതയുടെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. പെസഷ്കിയാൻ യാഥാസ്ഥിതികർക്ക് വഴങ്ങിയെന്നാരോപിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി. പെസഷ്കിയാൻ സമർപ്പിച്ച 19 ക്യാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ യാഥാസ്ഥിതിക പക്ഷത്ത് നിന്ന് നിരവധി പേരെയും ഒരേ ഒരു വനിതയും മാത്രമാണ് ഉൾപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ പെസഷ്കിയാൻ്റെ മുഖ്യ പ്രചാരണം നടത്തിയത് ഷെരീഫായിരുന്നു. മാറ്റം കൊണ്ടുവരാനാണ് വോട്ട് ചോദിച്ചത്. താൻ വാഗ്ദാനം ചെയ്ത മാറ്റം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നും സ്ത്രീകളെയും യുവാക്കളെയും വിവിധ വംശത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ലജ്ജിക്കുന്നുവെന്നും ഷെരീഫ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഇറാൻ രാഷ്ട്രീയത്തിലെ പ്രബലനും നയതന്ത്രജ്ഞനുമായ ഷെരീഫിൻ്റെ രാജി രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മുൻ വിദേശകാര്യമന്ത്രിയായ ജവാദ് ഷെരീഫാണ് 2015 ഇറാൻ്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളുമായി നടന്ന ചർച്ചകൾ നയിച്ചത്. ഇറാൻ ഭരണകൂടത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് രാജിക്ക് പിന്നിലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിനിടെ ഇസ്രായേലിന് തിരിച്ചടി നൽകരുതെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളിയിരിക്കുകയാണ്. മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്നാണ് ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളടങ്ങിയ സമിതി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഓഗസ്റ്റ് 15 ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോഴും പറയുന്നത്. ഗസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൗനം നിരുത്തരവാദപരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും അതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ച് നിർത്താൻ ഇടപെടണമെന്ന് തുർക്കി അടക്കമുള്ള സഖ്യകക്ഷികളോട് അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു.